ഞാൻ പൊതുവെ ഭയങ്കരമായിട്ട് പൈസ സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. അത് ഞാൻ പ്രൗഡായിട്ട് പറയുന്ന ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ എന്നാലും ഇപ്പൊ എനിക്ക് കുറച്ചൊരു റെഗുലേഷൻസ് ഉണ്ട് എത്ര എമൗണ്ട് ആണ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ പോലെ വിഷ്ണുവിന്റെ ഇൻഫ്ലുവൻസ് ആണത്. പക്ഷെ തുടക്കത്തിൽ ഞാൻ ബാംഗ്ലൂർ അത്യാവശ്യം ബൈജൂസ് നല്ല പേയിങ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിരുന്നു. ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ അവർ പേ ചെയ്തിട്ടുണ്ടായിരുന്നു 6 lakhs per annum ആയിരുന്നു. അപ്പം മന്ത്ലി 42 അടുത്തൊക്കെ നമുക്ക് കൈ കിട്ടുമായിരുന്നു. അതിന് പുറമെ ഇൻസെന്റീവ്സും കിട്ടുമായിരുന്നു. അതുവരെ ഞാൻ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ എക്സ്പെൻസിലായിരുന്നല്ലോ. അപ്പോൾ രണ്ടുപേരും ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നമുക്ക് ഉണ്ടായിരിക്കില്ല. വേറെയും കുറേ കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. അത് ഒരു പൊട്ടിത്തെറിയായിരുന്നു. എനിക്ക് വേണ്ട എല്ലാ കാര്യവും ഇത്ര ഡ്രസ്സ് വാങ്ങിക്കുക, അത് വാങ്ങിക്കുക, അവിടെ പോവുക ഇവിടെ പോവുക, അതൊക്കെ ചെയ്യാൻ വേണ്ടി ഫ്രീഡം കിട്ടിയ ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ 5 പൈസ സേവ് ചെയ്തിട്ടില്ല അന്ന്. അതിനെനിക്ക് റിഗ്രറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചില്ല കേട്ടോ. ഇപ്പൊ ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു 1 year ഞാൻ അത്യാവശ്യം എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ ചെയ്തു തുടങ്ങിയ ഒരു പീരീഡ് അതായിരുന്നു. പക്ഷെ 10 മാസം കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞപ്പോ 5 ഇല്ല, ഓട്ടോറിക്ഷയ്ക്ക് പോകണമെങ്കിൽ പോലെ അച്ഛൻ 12 രൂപ ചോദിക്കേണ്ട അവസ്ഥയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മൊബൈൽ ഞാനന്ന് വാങ്ങിച്ചത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നത്. പിന്നെ സ്റ്റാൻഡ് വാങ്ങിക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ അത്ര സപ്പോർട്ടീവ് ആയിരുന്നില്ല അച്ഛനും അമ്മയും. കാരണം അവർക്ക് ഞാൻ പറഞ്ഞില്ല, ഇനീഷ്യൽ ഫേസിൽ അറിയണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഒബ്ലിഗേഷൻസ് ഉണ്ടെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എക്സ്ക്യൂസസ് കണ്ടുപിടിക്കും. അപ്പോൾ എനിക്കിത് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ടേബിൾ വലിച്ചിടും, അതിന്റെ മുകളിൽ ഒരു ചെയർ കയറ്റി വെക്കും, ഡസ്റ്റ്ബിൻ കമുത്തി വെക്കും, കടലയൊക്കെ ഉള്ള അത്യാവശ്യം നല്ല കനമുള്ളൊരു കുപ്പി വെച്ചാൽ അത് അതിന്റെ മുകളിൽ ഫോൺ ചാരി വെക്കും. അതായിരുന്നു എന്റെ സ്റ്റാൻഡായിട്ട്. അങ്ങനെ ഈ റൂമിൽ നിന്നാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രശ്നമാവാൻ വേണ്ടി തുടങ്ങി. കാരണം ഇപ്പോൾ പല ടീച്ചേഴ്സൊക്കെ കണ്ടിട്ട് പറയുമായിരുന്നു, മോളുടെ വീഡിയോ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് അമ്മയ്ക്കോ അച്ഛനൊക്കെ തോന്നിയത്. അപ്പോൾ ചെയ്യരുതെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ അമ്മയും അച്ഛനും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പുറത്ത് നിന്നിട്ട് ലൈറ്റിന്റെ പ്രശ്നമുണ്ടല്ലോ, അകത്ത് അധികം വേണ്ടത്ര ലൈറ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പുറത്ത് അമ്മയും അച്ഛനും സ്കൂളിൽ പോയാൽ പുറത്ത് നിന്നിട്ട് ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യും. റോട്ടിൽ കൂടെ പോണ ആൾക്കാർക്ക് ഒരു സംശയം, ഞാൻ എന്താണ് ചെയ്യുന്നത്, ധാവണിയൊക്കെ എടുത്ത് മറ്റേ വെട്ടത്തിലെ സീനൊക്കെ ചെയ്യുമ്പോൾ എന്നാ ശരി ഞാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് തിരുന്നപ്പോ ബാക്കിൽ അച്ഛനെ എങ്ങട്ടാ ഇത് ടിക്ടോക്ക് ആണെന്ന് പറഞ്ഞു. പിന്നെ ഇവിടുന്ന് വീഡിയോ ചെയ്യല് കംപ്ലീറ്റ് ആയിട്ട് നിരോധിച്ചു. പിന്നെ ഞാൻ തറവാട്ടിലായിരുന്നു. തറവാട്ടില് സിറ്റ് ഔട്ടില് മുന്നത്തെ വീഡിയോസ് ഒക്കെ നോക്കി അറിയാം, തറവാട്ടിൽ ഇങ്ങനെ ഏകദേശം എൻ്റെ ഒരു അരഭാഗം വരെ ടൈൽസ് ഇട്ടിട്ടുണ്ട് സിറ്റ് ഔട്ടില്. അപ്പൊ എല്ലാവരും വിചാരിച്ചത് ബാത്റൂമാണ്. ബാത്റൂമിൽ നിന്നിട്ടാണോ വീഡിയോ ചെയ്യണമെന്നൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബേസിക് ആയിട്ട് എന്തെങ്കിലും, ഇത് ഞാനല്ല, പൂജയാണെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെങ്കിൽ എന്തെങ്കിലും ഒരു വഴി നമ്മളത് കണ്ടുപിടിച്ച് അത് ചെയ്യും. ആക്ച്വലി ഇപ്പൊ നമ്മൾ യൂട്യൂബ് ചാനൽ തന്നെ കാണുമ്പോൾ നമുക്കറിയാം. കാരണം ഐശ്വര്യയുടെ ഭയങ്കര നമുക്ക് ഭയങ്കര ഇൻസ്പയർ ആവും തോന്നും. കുറെ റുട്ടീൻസ്, കുറെ കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു അത് ഇൻസ്പയർ